എല്ലാ പ്രേക്ഷകർക്കും മെഡിട്രാക്കിലേക്ക് സ്വാഗതം. സ്ത്രീയായാലും പുരുഷനായാലും മുടിയുടെ സംരക്ഷണം, മുടിയുടെ സൗന്ദര്യം എന്നതൊക്കെ ഒരു പ്രധാന ഘടകമാണ്. മുടി കൊഴിച്ചലിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ ചികിത്സാ രീതികൾ, ഈ വിഷയമാണ് ഇന്ന് മെഡിട്രാക്കിൽ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് പ്രേക്ഷകരോട് സംസാരിക്കുന്നത് കാഞ്ഞങ്ങാട് ശശിരേഖ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് എസ്തെറ്റിക്, പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജൻ ഡോക്ടർ പ്രജ്വൽ റാവു ആണ്. ഡോക്ടർ, വെൽക്കം. നമസ്കാരം. ഡോക്ടർ, മുടിയുടെ സൗന്ദര്യം, സംരക്ഷണം എന്നിവയ്ക്ക് വളരെയധികം പ്രാധാന്യം നമുക്കിപ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും നൽകുന്നത്. ഒരു മുടി കൊഴിച്ചൽ എന്നത് ചിലപ്പോൾ അത് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ മുടി കൊഴിച്ചലിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? നമുക്കൊരു ഹെയർ ലോസ് എന്ന് പറയുമ്പോൾ സാധാരണ സ്ത്രീകൾക്കും ഇല്ലെങ്കിൽ ആണുങ്ങൾക്കും രണ്ടാൾക്കും ഉണ്ടാകുന്ന സംഭവമാണ്. ഇത് ഏത് ഏജിൽ വേണമെങ്കിലും വരാൻ പറ്റും. കുറേ റീസൺസ് ഉണ്ട്. വൺ ഓഫ് ദ കോമണസ്റ്റ് റീസൺസ് നമുക്കിവിടെ കണ്ടുവരുന്നത് പറഞ്ഞാൽ ഒരു റീസൺ ഉള്ളത് നമുക്ക് ബേസിക്കലി നമ്മളെ ലൈഫ് സ്റ്റൈൽ പറഞ്ഞാൽ നമ്മളെ ഡയറ്റും, നമ്മളെ ഡയറ്റിൽ കൂടുതലായിട്ട് നമ്മൾ ഒരു ജങ്ക് ഫുഡ്സും അങ്ങനത്തെ കൂടുതൽ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ഹെയറിൻ്റെ ക്വാളിറ്റി കുറവാകും നമ്മൾ പറയും. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺ. രണ്ടാമത്തെ റീസൺ ഉള്ളത് സ്ട്രെസ് ഫാക്ടർ. കുറേ നമുക്ക് ജോലിൻ്റെ സ്ട്രെസ്സോ ഇല്ലെങ്കിൽ പഠിക്കുന്ന സ്ട്രെസ്സോ, ഈ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഹെയർ ലോസ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ടാവും. മൂന്നാമത്തെ റീസൺ ഉള്ളത് ജെനറ്റിക്സ് പറഞ്ഞാൽ സാധാരണ നമുക്കൊരു ഹെറിഡിറ്ററി ആയിട്ട് നമുക്ക് ചില ആൾക്ക് മെയിൽ കൈൻഡ് ഓഫ് ബാൾനെസ് അല്ലെങ്കിൽ ഫീമെയിൽ ടൈപ്പ് ഓഫ് ബാൾനെസ് എന്ന് പറയാറുണ്ടാവും. അപ്പോൾ മെയിൽസിനാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലും പിന്നെ സെൻറ്ററിലും മുടി പോവും. ഫീമെയിൽസ് ആണെങ്കിൽ ഒരു ലൈനായിട്ട് ഇങ്ങനെ ഈ സെൻറ്ററിൽ മാത്രം കുറച്ച് പോവും. ഇങ്ങനത്തെ ഒരു ഹെറിഡിറ്ററി ആയിട്ട് നമുക്ക് കാണാറുണ്ടാവും. പിന്നെ നാലാമത്തെ കോസ് ഉള്ളത് നമുക്ക് കോമൺ ആയിട്ട് ഉള്ളത് എന്ന് പറഞ്ഞാൽ ഈ സൺലൈറ്റ് കൂടുതൽ നമുക്ക് സൺ എക്സ്പോഷർ ആകുമ്പോഴും നമുക്ക് ഈ ഹെയർ ലോസ് ആവാൻ ചാൻസ് ഉണ്ടാവും. പിന്നെ അത് ഫിഫ്ത്ത് കോസ് വാട്ട് വി തിങ്ക് ഈസ് ദാറ്റ് ബേസിക്കലി നമുക്കൊരു ഹെയർ സ്റ്റൈലിംഗ്, ചില ടൈപ്പ് ഓഫ് സ്റ്റൈലിംഗ് ഇല്ലെങ്കിൽ ചില ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ഓർ വെൻ യു ഡൂ ഇൻ എ സലൂൺ കുറേ നമുക്ക് കളറിങ്ങും ഇല്ലെങ്കിൽ ഒരു എന്താ പറയുക ഡ്രൈയിങ്, ബ്ലോ ഡ്രൈയിങ് അങ്ങനത്തെ സാധനം ചെയ്യുമ്പോഴും ഈ ഹെയർ തിന്നിങ്ങും പിന്നെ ഹെയർ ലോസും ഇത് നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. These are the few commonest causes. There are so many causes. കുറേ റീസൺസ് ഉണ്ട് ഇതിൽ. ചില വിറ്റമിൻ ഡെഫിഷ്യൻസിയും ഇങ്ങനെ കുറേ ഡെഫിഷ്യൻസി ആയിട്ടും ഉണ്ടാവും. പിന്നെ ഒരു കോസ് ഉള്ളത് നമുക്കൊരു ഹോർമോണിൻ്റെ വ്യത്യാസം വരുമ്പോൾ, യൂഷ്വലി എസ്പെഷ്യലി നമുക്കിപ്പോൾ പ്രഗ്നൻസി വന്നും ഇല്ലെങ്കിൽ മെൻസ്ട്രേഷൻ സൈക്കിൾസ് വരും ഈ പെണ്ണുകൾക്ക് എസ്പെഷ്യലി. അപ്പോൾ ആ ടൈം ഹോർമോണിൻ്റെ ഒരു വ്യത്യാസം വരുമ്പോഴും നമുക്കൊരു ഹെയർ ലോസ് നമുക്ക് ഇങ്ങനെ കാണാറുണ്ടാവും. ഡോക്ടർ, നമ്മൾ സാധാരണ പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ചിലപ്പോൾ ജോലി ആവശ്യാർത്ഥം വിദേശത്ത് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നാറ്റീവ് പ്ലേസിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന, ദീർഘകാലം ജോലി ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഹെയർ ലോസിന് ഒരു കാരണമായിട്ട് പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇതെന്താണ്? ഇതിന് വല്ല യാഥാർത്ഥ്യമായിട്ട് പൊരുത്തമുണ്ടോ? യെസ്, ബിക്കോസ് എന്തെങ്കിലും നമുക്ക് ജോലി നമ്മളിപ്പോൾ നമ്മളെ നാട്ട് വിട്ടിട്ട് വേറെ നാട്ടിൽ പോകുമ്പോൾ വിൽ ബി സ്റ്റേയിങ് ഇൻ എ പ്ലേസ്, ഒരു ചെറിയ സ്ഥലം ഉണ്ടാവും. റെന്റൽ പ്ലേസ് ആകുമ്പോൾ ചെറിയ സ്ഥലം ഉണ്ടാവും. അപ്പോൾ ഹീറ്റ്നെസ് കുറേ ഹീറ്റ് ആകുമ്പോൾ ബോഡിയിൽ നമുക്ക് കുറേ ഹീറ്റ് ആകുമ്പോൾ ഇങ്ങനെ കുറേ സ്വെറ്റിംഗ് ആവും. സ്വെറ്റിംഗ് ആയാൽ കുറേ ഡാൻഡ്രഫ് വരാറുണ്ടാവും. ഈ ഡാൻഡ്രഫ് വന്നാലും ഹെയർ ലോസ് വരാൻ ചാൻസസ് കൂടുതലാണ്. സോ വെൻ യു ഗോ ടു എ ഡിഫറെൻറ്റ് പ്ലേസ്, നമ്മളെ ഡയറ്റും നമ്മളെ അവിടുത്തെ വെതറും പിന്നെ അവിടെ ഉള്ള സ്റ്റേ, അവിടുത്തെ സ്റ്റേ, പിന്നെ ഈ എല്ലാം റീസൺസ് കുറേ എൻവയോൺമെൻറ്റൽ റീസൺസ് ആണ് കൂടുതലായിട്ട് നമുക്ക് എന്താ പറയുക ഒരു ഹെയർ ലോസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റാറുണ്ടാവും. സോ ദാറ്റ് ഈസ് ദ വൺ ഓഫ് ദ കോമൺസ്. സോ വി ഹാവ് മെനി പേഷ്യൻസ്. എല്ലാവരും ദുബായ് പോകുമ്പോഴോ അല്ലെങ്കിൽ UAE പോകുമ്പോഴോ അവിടെ ഹെയർ ലോസ് കൂടുതലായിട്ട് കാണാൻ പറ്റും. ബട്ട് ഇവിടെ തിരിച്ച് നാട്ടിൽ വരുമ്പോൾ കുറച്ച് ഹെയർ ലോസ് കുറവുണ്ടാവും. ബിക്കോസ് നമ്മളെ നാട്ടിൽ ദേ ആർ അഡ്ജസ്റ്റഡ് ടു അവർ എൻവയോൺമെൻറ്റ്. അപ്പോൾ പുതിയൊരു എൻവയോൺമെൻറ്റ് പോകുമ്പോൾ ഹെയർ ലോസ് വരാൻ ചാൻസസ് ഉണ്ടാവും. ദാറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ കോസ് ആക്ച്വലി. അങ്ങനെ Doctor, what are the conditions related to hair loss? അതെ, നമുക്ക് സാധാരണ ഒരു കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ വാട്ട് വി ടെൽ ഇസ് ദാറ്റ് ദർ ആർ ലൈക്ക് അലോപേഷ്യ, ഏരിയാട്ട, അങ്ങനത്തെ ഒരു 2-3 കണ്ടീഷൻസ് ഉണ്ട്. ദ മേജർ കണ്ടീഷൻസ് വാട്ട് വി സീ ഇൻ അവർ എസ്പെഷ്യലി ഇപ്പോൾ ആണുങ്ങൾക്ക് എന്ന് പറയുമ്പോൾ മോർ കോമണസ്റ്റ് കണ്ടീഷൻ ഈസ് ബേസിക്കലി ഹെറിഡിറ്ററി ആണ്. ഹെറിഡിറ്ററി അച്ഛനോ അല്ലെങ്കിൽ മുത്തച്ഛനോ ഇങ്ങനെ ഹെയർ ലോസ് ഉണ്ടാവും. സോ ദേ ആർ ഹാവിങ് പ്രോൺ ടു ദ ഹെയർ ലോസ് പ്രോഗ്രാം. പിന്നെ ദെൻ അതർ ഫാക്ടേഴ്സ്, ഇപ്പോൾ ഈ കൂടുതൽ ഒരു സിറ്റി ഉള്ള ഏരിയ പോയാൽ കൂടുതൽ വൺ ഓഫ് ദ കോമണസ്റ്റ് കോസസ് സ്ട്രെസ് ഫാക്ടറും ഇല്ലെങ്കിൽ ഫുഡിൻ്റെ കാര്യവും അതായിട്ട് നമുക്ക് ഹെയർ ലോസ് കാണാനുണ്ടാവും. ഇല്ലെങ്കിൽ കോമണസ്റ്റ് കോസ് ഉള്ളത് നമുക്ക് കോമണസ്റ്റ് കണ്ടീഷൻ ഇസ് ബേസിക്കലി വാട്ട് വി സീ ഇസ് ജനറ്റിക് കണ്ടീഷൻ. ബട്ട് ഇൻ ഫീമെയിൽസ് വാട്ട് ദ കോമണസ്റ്റ് കോസ് ഇസ് ബേസിക്കലി ഒരു ഹോർമോണൽ ചേഞ്ചസ് നമ്മൾ പറയും. സാധാരണ പ്രഗ്നൻസി ഇല്ലെങ്കിൽ മെൻസ്ട്രുവൽ സൈക്കിൾസും ഈ രീതിയിൽ വരുമ്പോഴാണ് നമുക്ക് സാധാരണയായിട്ട് നമുക്ക് കാണുന്നത് ഇൻ ദ ഫീമെയിൽ പാർട്ട് ആക്ച്വലി. ദീസ് ആർ ദ 2 തിങ്സ് എന്താ പറയുക
ഈ കണ്ടീഷൻസ് ആണ് ഇൻ ദ മെയിൽ ആൻഡ് ഫീമെയിൽസ് ആക്ച്വലി. See, which are the options available for hair loss, sir? യെസ്, ആക്ച്വലി ഇത് നല്ല ക്വസ്റ്റൻ ആണ്. ബിക്കോസ് ഇറ്റ്സ് ആൾക്കാർക്ക് കുറേ കൺഫ്യൂഷൻ ആണ്. ചിലപ്പോൾ ഹെയർ ലോസ് പറയുമ്പോൾ ഇമീഡിയറ്റ്ലി ദേ വിൽ ടെൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയും. സി ദാറ്റ് ഈസ് നോട്ട് ദ വേ. ഇപ്പോൾ നമ്മൾ സാധാരണ എന്തൊരു ക്ലിനിക്കിൽ ഒരു ആണോ ഇല്ലെങ്കിൽ പെണ്ണ് വരുമ്പോൾ വെൻ ദേ കം വിത്ത് ദ കംപ്ലയിൻസ് ഓഫ് ഹെയർ ലോസ് ഓർ ഓൾറെഡി ചിലപ്പോൾ വേറെ വേറെ സ്റ്റേജിലുണ്ടാവും ഹെയർ ലോസിൽ. ചിലപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിലുണ്ടാവും, ചിലപ്പോൾ ലൈക്ക് ഫൈനൽ സ്റ്റേജിൽ ഹെയർ ലോസിലുണ്ടാവും. അപ്പോൾ സാധാരണ നമുക്കൊരു ഹെയർ ലോസ് ആയിട്ട് ഒരു പേഷ്യൻറ്റ് വരുമ്പോൾ ഫസ്റ്റ് വാട്ട് വി സീ ദ ഏജ് ഗ്രൂപ്പ്. നമുക്ക് യങ് ഏജ് ആണോ, മിഡിൽ ഏജ് ആണോ, ഓൾഡ് ഏജ് ആണോ, അത് ഫസ്റ്റ് നമുക്ക് നോക്കും. അത് അനുസരിച്ചിട്ടാണ് നമുക്ക് ഓപ്ഷൻസ് വിൽ ഗിവ് ദം വാട്ട് ആർ ദ ഓപ്ഷൻസ് അവൈലബിൾ ഫോർ ദം. ആൻഡ് പിന്നെ നമ്മൾ നോക്കും മെയിൽ ആണോ ഫീമെയിൽസ് ആണോ നോക്കും. അക്കോർഡിംഗ് ടു ദാറ്റ് വി ഡു ദ ബ്ലഡ് ടെസ്റ്റ് ആൻഡ് ജസ്റ്റ് പ്രിലിമിനറി ടെസ്റ്റ്. ഫസ്റ്റ് നമുക്കൊരു പേഷ്യൻറ്റ് വരുമ്പോൾ സാധാ ഒരു ബ്ലഡ് ടെസ്റ്റും ഇല്ലെങ്കിലും എസ്പെഷ്യലി ഫീമെയിൽസ് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഹോർമോൺ ലെവലോ അങ്ങനത്തെ കാര്യം ഫസ്റ്റ് നമുക്ക് നോക്കും. ദെൻ വി അസസ് ദ ഹെയർ. നമുക്കൊരു വി ഹാവ് എ സ്കോപ്പ് കൈൻഡ് ഓഫ് തിങ്. അത് നമുക്ക് നോക്കിയിട്ട് ഹെയർ റൂട്ട്സ് എങ്ങനെയുണ്ട്, അതിൻ്റെ ഒരു തിക്നെസ് എത്രയുണ്ട്, അതിൽ ഡാൻഡ്രഫ് ഉണ്ടോ, അതിൻ്റെ ആ സ്കിന്നിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, ഇതെല്ലാം നമുക്ക് ഫസ്റ്റ് നോക്കിയിട്ട് പിന്നെ വിൽ ഗിവ് ദ ഓപ്ഷൻസ്. സോ ഫസ്റ്റ് ഓപ്ഷൻ വാട്ട് വി ടെൽ ഇസ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്. സാധാരണ ഒരു പേഷ്യൻറ്റ് നമുക്ക് വരുമ്പോൾ നമുക്ക് സാധാ ഒരു ഗുളിക ബേസിക്കലി വി ഗിവ് എ ബയോട്ടിൻ ടാബ്ലറ്റ്സ് വിച്ച് ഇസ് സ്പെസിഫിക് ടു ദ ഹെയർ. അപ്പോൾ നമുക്ക് ദിവസത്തിൽ ഒരു ഗുളിക അപ് ടു 3 മാസം വരെ നമുക്ക് കൊടുക്കാൻ പറയും. ദാറ്റ് ഈസ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ. അത് സാധാരണ പുറത്ത് കിട്ടുന്ന ഷാംപൂ അല്ല, ബേസിക്കലി മെഡിക്കേറ്റഡ് ഷാംപൂ വി അഡ്വൈസ്. അറ്റ്ലീസ്റ്റ് ആഴ്ചത്തിൽ ആൺകുട്ടികളാണെങ്കിൽ 2 to 3 times, പെൺകുട്ടികളാണെങ്കിൽ 2 times പെർ വീക്ക്. ഇത് നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ പറയും. മൂന്നാമത്തെ നമുക്ക് ഡയറ്റ് ചേഞ്ചസ്. നമുക്ക് വിൽ അഡ്വൈസ് സം ഡയറ്റ് ചേഞ്ചസ്. വിൽ ഓൾസോ അഡ്വൈസ് എന്താ പറയുക സ്ട്രെസ് ഫാക്ടർ കുറയ്ക്കാനും ആ ഒരു കൗൺസിലിംഗ് വിൽ ഡു ഫസ്റ്റ് ആക്ച്വലി. ദാറ്റ് ഈസ് വാട്ട് ദ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് വാട്ട് വി കൻ അപ്ലൈ. പിന്നെ നമുക്ക് വരുന്നത് ഓപ്ഷൻസ് ആണ് ഇൻ ദ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഓപ്ഷൻസ് ഉള്ളത് വാട്ട് വി ടെൽ ഇസ് സംതിങ് ലൈക്ക് മിനോക്സിഡിൽ സ്പ്രേ എന്ന് പറയും. മിനോക്സിഡിൽ സ്പ്രേ പറഞ്ഞാൽ നമുക്കൊരു സാധാരണ ഒരു സ്പ്രേ ആണ് വിച്ച് വിൽ ബി അപ്ലൈയിങ് ഓവർ ദ ഈ ഹെയർ ലോസ് ആവുന്ന സ്ഥലത്തിൽ വി അപ്ലൈ സ്പ്രേ. ആൻഡ് അത് എല്ലാ ദിവസം ഐദർ വൺസ് എ ഡേ ഓർ ട്വൈസ് എ ഡേ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു വർഷം വരെ എടുക്കാമെന്ന് പറയും. നമുക്ക് അറ്റ്ലീസ്റ്റ് 1 year വരെ കണ്ടിന്യൂ ആക്കണം. ആൻഡ് ദിസ് യു ഹാവ് ടു കണ്ടിന്യൂ. ഈ മിനോക്സിഡിൽ സ്പ്രേ പറഞ്ഞ സംഭവം യു ഹാവ് ടു കണ്ടിന്യൂ ടിൽ യുവർ ടൈം. പിന്നെ അതർ ഓപ്ഷൻസ് വാട്ട് വി ഗെറ്റ് ഈസ് സംതിങ് ലൈക്ക് വി ടെൽ ലൈക്ക് ലോ ലൈറ്റ് ലേസർ തെറപ്പിനെ പറയും. ഇതൊരു ചെറിയൊരു LED ലേസർ ആണ്. ഡോക്ടർ ഞാൻ ഇന്റർഫിയർ ചെയ്യാണ്. നമ്മളിപ്പോൾ ഈ മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ മെഡിക്കൽ ട്രീറ്റ്മെന്റിൽ നമ്മൾ ടാബ്ലറ്റ്സ് കൊടുക്കുന്നുണ്ട്, ഇപ്പൊ സ്പ്രേ ഇതൊക്കെ പറയുന്നുണ്ട് ഡോക്ടർ. ഇത് എത്ര കണ്ടിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ അത് ഏത് ഏജ് ഗ്രൂപ്പിലാണ്, അത് ഓപ്ഷണൽ ആണ്, ഏത് ഏജ് ഗ്രൂപ്പിലാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത്? ഇപ്പൊ മെഡിക്കൽ ടാബ്ലറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് യൂഷ്വലി ഏജ് ഗ്രൂപ്പായിട്ട് വ്യത്യാസമില്ല. എനി ഏജ് ഗ്രൂപ്പ് യു ക്യാൻ സ്റ്റാർട്ട് ദ ടാബ്ലറ്റ്സ്. ഇപ്പോൾ ചിലപ്പോൾ നമ്മളിപ്പോൾ വി തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ബേസിക്കലി ബിക്കോസ് ഓഫ് ദ വെതർ എൻവയോൺമെന്റ്, ഇല്ലെങ്കിൽ ആന്റി ഡാൻഡ്രഫ് ആയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഒരു ചില ആൾക്ക് എന്തൊരു ഹെയറിന്റെ ക്വാളിറ്റി കുറവായിട്ടുണ്ടാവും. ദേ വുഡ് ഹാവ് ഡൺ സം ട്രീറ്റ്മെന്റ്സ് ഇൻ സ്പാ, ഇല്ലെങ്കിൽ സലൂണിൽ പോയിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടാവും. സോ ദേ വിൽ ഹാവ് സം ഹെയർ തിന്നിങ്, അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവും. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ഈ ടാബ്ലറ്റ്സ് കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ നമ്മളെ ഫുഡിൽ ഒരു ബയോട്ടിൻ്റെ അംശം കുറവുണ്ടാവും. To replace that we give this tablet. So this can be given for any age group actually. But ആ ഗുളിക കൊടുക്കുമ്പോൾ there are specific to the females and specific to the males. അത് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഗുളിക വേറെ വേറെ ബ്രാൻഡ് ആയിട്ടുണ്ടാവും. That will be giving that. But it can be given for any age group. But usually this will be continued for 3 months, not more than that actually. 3 മാസം വരെ നമുക്ക് കൊടുക്കും. And then we will see the response and accordingly നമുക്ക് next options we will think about that. But അതാ പറഞ്ഞത് only tablets. Yeah. Doctor, suppose the responses are negative, then what will be the next options? ഒരു പേഷ്യന്റ് നമുക്ക് medical treatment. Yes. See, അപ്പോൾ നമുക്ക് എന്തൊരു ഗുളികയെ കൊടുത്തിട്ട് നമുക്ക് റെസ്പോൺസ് കിട്ടില്ല എന്ന് പറയാം. Then we will go to some other modalities. So അതാ പറഞ്ഞത് in hair loss we have different modalities. The first modality what I told you is lifestyle changes, medications, പറഞ്ഞ ഗുളികം, പിന്നെ നമ്മൾ എന്താ പറയുക ഷാംപൂ. These 3 things will be giving that. സെക്കൻഡ് ഓപ്ഷൻ നമുക്കുള്ളത് എന്താ പറഞ്ഞാൽ മിനോക്സിഡിൽ സ്പ്രേ പറയും. ദിറ്റ് ഈസ് എ മെഡിക്കൽ, ബേസിക്കലി അതൊരു എന്താ പറയുക ഇറ്റ്സ് എ സ്പ്രേ ആണ്. നമുക്ക് ഡയറക്റ്റ് ഹെയർസിലേക്ക് വെക്കും. ആൻഡ് ഇറ്റ് ക്യാൻ ഡു ഒരു രാവിലെ ഇല്ലെങ്കിൽ രാത്രി 2 നേരം നമുക്ക് വെക്കാൻ പറ്റും. ചില ആൾക്ക് രാവിലെ മാത്രമേ വെക്കാൻ പറ്റൂ. ഇത് പല ഡോസിൽ വരും. 2.5%, 5%, 7.5%, 10%. അപ്പോൾ ഈ മിനോക്സിഡിൽ സ്പ്രേന് ഇറ്റ്സ് എ വെരി വണ്ടർഫുൾ ട്രീറ്റ്മെൻറ്റ്. ബട്ട് ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താ പറഞ്ഞാൽ അത് നിർത്തുമ്പോൾ ദറ്റ് ഇറ്റ് വിൽ ഗോ ബാക്ക്. പറഞ്ഞാൽ
പിന്നെ അത് ഗ്രോത്ത് ആവില്ല. സോ അതൊരു സൈഡ് എഫക്റ്റ് ആണ് ഇതിന്റെ. ബട്ട് ഡോക്ടർ ഒരു ഡൗട്ടും കൂടി ഉണ്ട് ഡോക്ടർ ഇവിടെ. ഇപ്പോൾ ഡോക്ടർ മിനോക്സിൽ സ്പ്രേനെ കുറിച്ച് പറഞ്ഞു, ഫോർ എക്സാമ്പിൾ മെഡിക്കൽ അതായത് ട്രീറ്റ്മെന്റിന് ടാബ്ലറ്റിന്റെ വിഷയം പറഞ്ഞു. ഇതിന്റെ സമയത്ത് ആ മുടി അതായത് ഹെയർ ലോസിങ് സ്റ്റോപ്പ് ആകുന്നതാണോ അല്ല പുതിയ ഹെയർ ഏത് പ്രോസസ്സാണ് അപ്പോൾ നടക്കുന്നത്? Yes. See, when you do minoxidil treatment, പുതിയ ഹെയർസ് തന്നെ വരാനുണ്ടാവും. See, there will be something like roots. ഇപ്പോൾ നമ്മൾ ഒരു പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ഒരു സീഡ് എന്ന് പറയില്ലേ, സോ there should be some seeds. നമ്മൾ സ്കാൽപ്പുള്ളിൽ സീഡ്സ് ഉണ്ടാവും. യൂഷ്വലി ഈ ഹെയർ ലോസ് നമ്മൾ എന്തോ പറഞ്ഞാൽ ഒരു അനാജൻ ഫേസ് ഉണ്ട്, ഒരു ടീലോജൻ ഫേസ് എന്ന് പറയും. അനാജൻ ഫേസ് പറഞ്ഞാൽ ഗ്രോയിങ് ഫേസ് ആണ്, ടീലോജൻ ഫേസ് പറഞ്ഞാൽ ഒരു ചത്തുപോകുന്ന ഫേസ് ആണ് ഒരു ഹെയറിന്റെ. അപ്പോൾ ഈ ചില ആൾക്ക് എന്താ പറഞ്ഞാൽ ഈ അനജൻ ഫേസ് ടു ടീലോജൻ ഫേസ് വളരെ ഫാസ്റ്റ് ആയിട്ട് പോകും. എന്നാൽ അത് ജനിക്കുമ്പോൾ തന്നെ അത് മരിച്ചു പോകും, അങ്ങനത്തെ ഒരു ഹെയർസ് ഉണ്ടാവും. സോ ഇൻ ദാറ്റ് ഫേസ് വാട്ട് ഇറ്റ് ഡസ്, ഈ മിനോക്സിഡിൽ എന്താ ചെയ്യുക പറഞ്ഞാൽ ഈ അനാജൻ ഫേസിന് പ്രിസർവ് ആക്കിയിട്ട് അത് വളരെ കൂടുതലായിട്ട് എന്താ പറയുക ഇറ്റ് വിൽ സപ്പോർട്ട് ദ ഹെയർസ് ആക്ച്വലി. അപ്പോൾ നമുക്ക് എന്താ പറയുക പുതിയ ഹെയർസ് വന്ന പോലെ നമുക്കൊരു വിൽ ഗെറ്റ് ദ മോർ ഹെയർസ്, ഒരു ഡെൻസിറ്റി കൂടുതലുണ്ടാവും. സോ ദാറ്റ് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് ദ മിനോക്സിഡിൽ ട്രീറ്റ്മെന്റ് ആണ് ആക്ച്വലി. 12 വർഷത്തെ സേവന പാരമ്പര്യവുമായി കാഞ്ഞങ്ങാട് കുശവൻകുന്നിൽ ശശിരേഖാസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ജൈത്രയാത്ര തുടരുന്നു. കാഞ്ഞങ്ങാട് നഗരത്തിലെ ആദ്യത്തെ ലേസർ ആൻഡ് കോസ്മെറ്റോളജി സെന്റർ. 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായ സർജിക്കൽ ട്രോമ, ഒബ്സ്ട്രറ്റിക്സ് ആൻഡ് കാഷ്വാലിറ്റി, IVI ലാബ്സ്, വെൽ എക്യുപ്ഡ് ഓപ്പറേഷൻ തിയേറ്റർ, എക്സ്റേ ആൻഡ് അൾട്രാസൗണ്ട് സ്കാൻ, AC ആൻഡ് നോൺ AC റൂംസ്, പ്ലാസ്റ്റിക് സർജറി ആൻഡ് കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ ഉത്തര മലബാറിലെ ആദ്യത്തെ സെന്റർ. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ആൻഡ് കോസ്മെറ്റിക് ഗൈനക്കോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ശ്രുതിയുടെ നേതൃത്വത്തിലുള്ള ലോട്ടസ് വിമൻ ക്ലിനിക്. കോസ്മെറ്റോളജി, ആസ്തെറ്റിക്സ് ആൻഡ് പ്ലാസ്റ്റിക് സർജറിയിൽ വൈദഗ്ധ്യം നേടിയ ഡോക്ടർ പ്രജ്വലിന്റെ സേവനം ഇവിടെ ലഭ്യമാണ്. 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായ ഫാർമസി ഇവിടെ ലഭ്യമാണ്. ശശിരേഖാസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പ്ലാസ്റ്റിക് സർജറി ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ, കുശവൻകുന്ന്, കാഞ്ഞങ്ങാട്. ഫോൺ 6282070003. ഹെയർ ലോസിന്റെ കാരണങ്ങൾ ഡോക്ടർ ഹെറിഡിറ്ററി ഇതുപോലുള്ള കുറെ റീസൺസ് പറഞ്ഞിരുന്നു. പക്ഷെ നമ്മുടെ യങ് ജനറേഷൻസ് അവരുടെ ഇഗ്നറൻസ് കൊണ്ടാണ് നമ്മളിപ്പോ ഈ ഹെയർ സ്റ്റൈൽ മാറ്റുന്ന രീതിയിൽ സലൂണിലൊക്കെ പോയിട്ട് പല കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെയുള്ള യൂസേജ്, ആ ഒരു ലൈഫ് സ്റ്റൈല് അത് യഥാർത്ഥത്തിൽ ഒരു ഹെയർ ലോസിലേക്ക് എത്തിക്കുന്നുണ്ടോ? യെസ്, ഡെഫിനറ്റ്ലി. ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺ ആക്ച്വലി. ഇപ്പോൾ നമ്മൾ ഈ സലൂണിൽ പോകുമ്പോൾ അൺനെസസറി കളറിങ് ഇല്ലെങ്കിൽ ബ്ലോ ഡ്രൈയിങ്, ഈ നമ്മൾ ഹെയർ ബ്ലോ ഡ്രൈവിങ് ഇങ്ങനത്തെ സാധനം കൂടുതൽ ടൈപ്പ് ഓഫ് ഹെയർ സ്റ്റൈൽ വാട്ട് ദേ ഡു. ആൻഡ് പിന്നെ മെയിൻ്റെനൻസ് ബേസിക്കലി നമുക്ക് വാഷ് ചെയ്യാതെ നമുക്കില്ലെങ്കിലും ലൈക്ക് ഹൗ യു മെയിൻറ്റെയിൻ ദ ഹെയർ ഓൾസോ, ഇതെല്ലാം റീസൺസ് വൺ ഓഫ് ദ ലൈക്ക് നോ ഇറ്റ് വിൽ കോസ് ദ ഹെയർ ലോസ്. There are many patients who are between 20 to 30 years of age, and the patients, more of them are 20 to 30 years of age because they have so many other problems. And hereditary is one of the cause illa nu parayilla, but there are so much environmental factors also angane undavu. But when they come in an older age group, we sometimes suggest directly into the surgical options actually. So that is how we do surgical options. One explain cheyo doctor adu surgical options. Before surgical I forgot another thing. See, after the medical treatment we also do like endha paraya idu not after medical treatment, during the medical treatment also what we do is something like there are two things. One is PRP, that is called platelet rich plasma. രണ്ടാമത്തുള്ളത് ഡെർമ റോളർ. ഓക്കെ, ദാറ്റ് ഈസ് അനദർ സെഷൻ ആണ്. ആൻഡ് അനദർ തേർഡ് തിങ് ഇസ് ഓൾസോ ദാറ്റ് ഈസ് കോൾഡ് ലോ ലൈറ്റ് ലേസർ തെറപ്പി. ഇത് 3 ട്രീറ്റ്മെന്റ് നമുക്ക് ഒരുമിച്ച് നമുക്ക് തരാറുണ്ടാവും ഡ്യൂറിംഗ് ദ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓൾസോ. ഇതിന്റെ ബെനിഫിറ്റ് എന്താ പറഞ്ഞാൽ what is TRP doctor? What is TRP? We can take one by one, that is better to okay. So നമുക്ക് PRP എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ. ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ് ഈസ് നമുക്കൊരു സാധാരണ ഒരു നിങ്ങളുടെ സ്വന്തം ബ്ലഡ് നമ്മൾ കുറച്ച് എടുക്കും, ആ എടുത്ത ബ്ലഡ് നമുക്ക് മെഷീനിലേക്ക് പ്രോസസ്സ് ആക്കും. ആൻഡ് വെൻ വി പ്രോസസ് ദ മെഷീൻ ഈ ബ്ലഡ് കോമ്പണൻസ് എല്ലാം താഴെ പോകും. ഒരു ഗ്രോത്ത് ഫാക്ടർ റിച്ച് പ്ലാസ്മ, ഗ്രോത്തിന്റെ ഫാക്ടേഴ്സ് ഉള്ള പ്ലാസ്മ will come up actually in the centrifuge machine ചെയ്ത ശേഷം നമുക്കൊരു ഗ്രോത്ത് ഫാക്ടേഴ്സ് കിച്ച് ഒരു ഫ്ലൂയിഡ് കിട്ടും. ദാറ്റ് ഫ്ലൂയിഡ് വി ഇഞ്ചെക്ട് ഇൻ ടു ദ എന്താ പറയുക ഈ ഹെയർ റൂട്ട്സിൽ നമുക്ക് ഇഞ്ചെക്ട് ആക്കും ഡയറക്റ്റ് ആയിട്ട് ടു ദ സ്കാൽപ്പ് ഇറ്റ്സെൽഫ്. ഇറ്റ് ഈസ് പെയിൻലെസ് പ്രൊസീജിയർ. പെയിൻലെസ് എന്നാൽ 0 അല്ല, ചെറിയൊരു ഇരുമ്പ് ടച്ച് പോലെ ഉണ്ടാവും. ബട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ട്രീറ്റ്മെന്റ്. വൈ? ബിക്കോസ് ഇതിൽ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല, ബിക്കോസ് ഇറ്റ്സ് യുവർ ഓൺ ബ്ലഡ്. വേറെ നമുക്ക് കെമിക്കൽസ് ആയിട്ടോ അങ്ങനെയൊന്നും നമുക്ക് യൂസ് ചെയ്യാറില്ല. ആ ട്രീറ്റ്മെന്റിൽ ഡോക്ടർ ഇപ്പൊ വന്ന് അതിലൊരു ഏജ് ഗ്രൂപ്പ് ഒരു ഫാക്ടറാണ്. ഇപ്പൊ ഡോക്ടർക്ക് ഒരു ഈ പറയുന്ന ഹെയർ ലോസുമായിട്ട് വരുന്ന ഒരു പേഷ്യന്റിനെ കാണുന്ന സമയത്ത് അത് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അതിന്റെ ഓപ്ഷൻസ് എങ്ങനെയാണ്? അത് ഏത് ഏജ് ഗ്രൂപ്പിലാണ്? ഇത് ഡോക്ടർക്ക് ഒരു ഏകദേശം ഒരു ധാരണ ഉണ്ടാവില്ല, കാരണം ഇതിന്റെ സക്സസ് റേറ്റിനെ കുറിച്ച് സംശയങ്ങൾ ഉണ്ടാവും. അപ്പൊ ഏത് ഏജ് ഗ്രൂപ്പിലായിരിക്കും ഇത് അപ്ലൈ ചെയ്യുന്നത്?
See, PRP, any age group you can group. Actually, അതിനൊന്നും വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. See, even after the hair transplant ചെയ്ത ശേഷവും നമുക്ക് PRP കൊടുക്കാറുണ്ട്. hair transplant മുമ്പ് നമുക്ക് PRP ചെയ്യാനുണ്ടാവും. Because this is basically it is like manure. നമുക്കൊരു പ്ലാന്റിന് ഒരു മാന്യൂർ കൊടുക്കില്ലേ, അങ്ങനത്തെ സംഭവമാണ് ഈ PRP എന്ന് പറയുന്നത്. ബട്ട് ഓൺലി തിങ് ഇസ് ഇറ്റ് ഇസ് വെരി ഓർഗാനിക് മാന്യൂർ. പറഞ്ഞാൽ നമുക്ക് ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാതെ നിങ്ങളുടെ സ്വന്തം ബ്ലഡ് തന്നെ നമുക്ക് അവിടെ ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദ ലൈക്ക് സ്പെഷ്യാലിറ്റി ഓഫ് PRP. ആൻഡ് ഫോർ ദ ഇൻഫോർമേഷൻ, ഈ PRP ജസ്റ്റ് ഹെയർ ലോസ് വേണ്ടി മാത്രമല്ല, ഈവൻ നമ്മുടെ സ്കിന്നിൽ ആക്നി സ്കാർസ് അല്ലെങ്കിൽ പിമ്പിളിൻ്റെ സ്കാർസിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ടാവും. ഇല്ലെങ്കിൽ ഡയബറ്റിക് ഫുഡ് ഡയബറ്റീസ് ആയിട്ട് മുറിയായിട്ട് അത് ഉണങ്ങാനും നമുക്ക് ഈ PRP യൂസ് ചെയ്യുന്നുണ്ടാവും. ഈവൻ ഈ നീ ജോയിൻറ്റ് പെയിൻ, ആർത്രൈറ്റിസ് ഇല്ലെങ്കിൽ വളരെ ഏജ് ആയുള്ള ആർത്രൈറ്റിസ് അങ്ങനത്തെ ഉണ്ടെങ്കിലും ദർ ഓൾസോ വി ഇഞ്ചെക്ട് ദിസ് PRP. സോ PRP ഈസ് ദർ ഇൻ എവറി ഫീൽഡ് ആക്ച്വലി, ബട്ട് ബേസിക്കലി ഇറ്റ് ഗിവ്സ് ലോട്ട് ഓഫ് ഗ്രോത്ത് ഫാക്ടേഴ്സ്. സോ നമ്മൾക്ക് ഹെയർ ലോസിലാകുമ്പോൾ ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഇംപ്രൂവ് ആക്കും. ഓൺലി ഡിപ്പെൻഡ്സ് ഈസ് ദാറ്റ് ഈ റിസൾട്ട്സ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മച്ച് results we see is that basically നമുക്കൊരു PRP എന്ന് പറയുമ്പോൾ there is no protocol പറഞ്ഞാൽ ഇത്ര സെഷൻസ് നമ്മൾ ചെയ്യണം അങ്ങനെ ഒരു കൃത്യമായിട്ടൊരു പ്രോട്ടോകോൾ ഡെഫിനറ്റ് പ്രോട്ടോകോൾസ് ഇല്ല. സോ ബട്ട് വാട്ട് വി ഫോളോ ഇസ് ബേസിക്കലി ഒരു 4 to 6 സെഷൻസ് നമ്മൾ ചെയ്യണം എന്ന് പറയും. ഒരു മാസം ഗ്യാപ്പിൽ നമുക്ക് ചെയ്യാൻ പറയും. പറഞ്ഞാൽ ഇപ്പോൾ ഇന്നൊരു പ്രാവശ്യം PRP ചെയ്താൽ ഒരു മാസം കഴിഞ്ഞിട്ട് സെക്കൻഡ് ടൈം ചെയ്യണം, അങ്ങനെ പിന്നെ ഒരു മാസം ചെയ്തിട്ട് തേർഡ് ടൈം ചെയ്യണം, അങ്ങനെ 6 പ്രാവശ്യം ചെയ്താൽ റിസൾട്ട്സ് വിൽ ബി വെരി ഗുഡ് വിറ്റൽ. ഈ PRP ചെയ്യുമ്പോൾ നമുക്ക് വി ഡു എ കോമ്പിനേഷൻ ട്രീറ്റ്മെന്റ് അഗെയിൻ വിത്ത് ദ ഡെർമ റോളർ. ആക്ച്വലി ഇറ്റ് ഈസ് ഒരു PRPന്റെ ഭാഗമായിട്ട് തന്നെ വരും ഈ ഡെർമ റോളർ പറഞ്ഞാൽ. ഈ ഡെർമ റോളർ പറഞ്ഞാൽ ഒരു റോളറാണ്. ആ റോളറിൽ കുറേ മുള്ളുണ്ടാവും, അതിൽ കുറേ മുള്ളുണ്ടാവും. ആൾമോസ്റ്റ് 192 നീഡിൽസ് ഉണ്ടാവും. ദാറ്റ് ഈസ് ടൈറ്റാനിയം, എന്താ പറയുക, ഇറ്റ്സ് ടൈറ്റാനിയം ഓർ ഡിഫറെൻറ്റ് നീഡിൽസ് വിൽ വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുമ്പോൾ ഈ PRP കൊടുക്കുമ്പോൾ ഈ റോളറിൽ നമുക്ക് റോൾ ചെയ്യും. ആ മുടിന് മുകളിൽ നമുക്ക് നല്ല റോൾ ആക്കും. ഓക്കെ, സോ ദാറ്റ് ചെറിയ ഹോൾസ് ആവും അവിടെ. ആ ഹോൾസ് നമ്മൾ ഈ PRP വളരെ ഈസി ആയിട്ട് സീപ്പ് ആവും. സോ ദിസ് ഓൾസോ വി ഡു ടുഗദർ വിത്ത് PRP. ഇത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യാറില്ല, ബട്ട് ഇറ്റ് ഈസ് എ ഓപ്ഷണൽ തിങ്. സംടൈം നമുക്കൊരു നല്ല റിസൾട്ട്സ് വേണം, വേഗ റിസൾട്ട്സ് വേണം പറഞ്ഞാൽ PRP കൂടെ നമ്മൾ ഡെർമ റോളർ ഓൾസോ വി ഡു ടുഗദർ. ആക്ച്വലി ദിസ് ഈസ് അനദർ തിങ് വിച്ച് വി ഡു. Doctor, you have mentioned low light laser therapy. What is that, yes, doctor? See, low light laser therapy endu parnal usually it comes in a different format. Either comb ആയിട്ട് വരും, ഇല്ലെങ്കിൽ ഹെൽമെറ്റ് ആയിട്ട് വരും, ഇല്ലെങ്കിൽ ഒരു ഹെക്സഗോൺ ഷേപ്പിൽ ഒരു ലോ ലൈറ്റ് ലേഡി വരും. ഇതിൽ കുറേ LED ലൈറ്റ്സ് ഉണ്ടാവും. ബേസിക്കലി LED ലൈറ്റ്സ് പറഞ്ഞാൽ ദാറ്റ് വാട്ട് ഇറ്റ് ഡസ് ഇസ് ദാറ്റ് അത് നമ്മളൊരു സ്കാൽപ്പിന്, അത് നമ്മളെ ഹെഡിന് അത് വെക്കുമ്പോൾ അതിൻ്റെ ഒരു സർക്കുലേഷൻ കൂടുതലാക്കും, ബ്ലഡ് സർക്കുലേഷൻ കൂടുതലാക്കും. ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടുതലാക്കുമ്പോൾ നമുക്കുള്ള ഹെയർ ഗ്രോത്ത് ഇംപ്രൂവ്മെൻറ്റ് ആവുന്ന, ദാറ്റ് ഈസ് ഹൗ ദ തിയറി ഗോസ്. ആക്ച്വലി ഇറ്റ് ഈസ് എ FDA അപ്രൂവ്ഡ് ട്രീറ്റ്മെൻറ്റ് ആണ്. ആൻഡ് ബട്ട് അത് സിംഗിൾ മൊഡാലിറ്റി, അത് മാത്രം ചെയ്തിട്ട് കാര്യമല്ല. യു ഹാവ് ടു ഡു വിത്ത് ദ കോമ്പിനേഷൻ വിത്ത് സം അതർ ട്രീറ്റ്മെൻറ്റ്. ഡോക്ടർ പറഞ്ഞ പോലെ മെഡിക്കൽ ട്രീറ്റ്മെന്റ്, അതോടൊപ്പം തന്നെ PRP, ലേസർ ട്രീറ്റ്മെന്റ്, ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ ഒരു എക്സ്പെക്റ്റഡ് റിസൾട്ട് കിട്ടാത്ത ഒരു സ്റ്റേജ് വരുമല്ലോ. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ what will be the next suggestion? Yeah, see, then after that, after all this treatment idu namukku edu results kittilla. This is one option, one situation. Evodu young age when aal varumbol idella cheyidittu namukku results kittilla. Otherwise around 45 years of age, or 45 illengi 50 years of age, one patient comes and aa stage il varumbol namukku what we tell is that we go to hair transplant ennu parayum, like hair transplantation ennu parayum. This is a surgical modality aanu. But this is the final option what they can give to them, actually hair transplantation. So this hair transplantation, yeah, see, procedure parnal hair transplantation there are two types of procedure. One is called FUE nu parayu, illengi FUT nu parayu. See, FUE parnal ee follicle unit extraction nu parayu. Illengi you see what we in FUE what happens is oru nammal usually sadharanayittu namukku oru hairs namukku edu bhagathil hairs illa, ആ ഭാഗത്ത് നമുക്ക് ഏത് ഭാഗത്തിൽ ഹെയർ ഉണ്ട് അതിന് അവിടെ നിന്ന് എടുത്തിട്ട് ഏത് ഭാഗത്തിലില്ല അവിടെ നമുക്ക് ജസ്റ്റ് വി ട്രാൻസ്പ്ലാന്റ് ദ ഹെയർസ്. ആക്ച്വലി ഇൻഡിവിജ്വൽ ഹെയർസ് വി ട്രാൻസ്പ്ലാന്റ്. അപ്പോൾ ഇതിൽ രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ദാറ്റ് ഇസ് കോൾഡ് FUE. FUE എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഹെയർസ് നമുക്ക് എടുക്കും. ഒരു മെഷീനാണ്, ചെറിയ ഹോൾ ആക്കിയിട്ട് നമുക്ക് ഇൻഡിവിജ്വൽ ഹെയർസ് എടുത്തിട്ട് ആ ഹെയർസ് നമുക്ക് ഇവിടെ നെക്സ്റ്റ് മുടി ഇവിടെ ജോയിൻ ആക്കും. ഇൻ FUT പറഞ്ഞാൽ നമുക്കൊരു ഒരു മുറിയാക്കിയിട്ട് കംപ്ലീറ്റ് ഒരു സ്ട്രിപ്പ് എടുക്കും. ആ സ്ട്രിപ്പ് എടുത്തിട്ട് പിന്നെ അത് കട്ടാക്കിയിട്ട് പിന്നെ ആ ഹെയർസ് എടുത്തിട്ട് നമുക്ക് ഇവിടെ മുടിയിൽ മുകളിൽ നമുക്ക് വെക്കാൻ പറ്റും. ഹോസ്പിറ്റൽ അഡ്മിഷൻ ആവശ്യമുണ്ടോ ഡോക്ടർ? യെസ്,
See, in the procedure നമ്മൾ പറയുമ്പോൾ we don't need admission. Usually നമുക്ക് ഇതിന് admission ഒന്നും ചെയ്യാറില്ല. രാവിലെ വന്നിട്ട് നമുക്ക് രാത്രി പോകാൻ പറ്റുള്ളൂ. It is all under local anesthesia. ഒരു ഫുൾ മായൊക്കെ കൊടുത്തിട്ട് ചെയ്യുന്നതല്ല, ചെറിയ ചെറിയ ഇഞ്ചെക്ഷൻസ് കൊടുത്തിട്ട് നമുക്ക് അവിടെ ആ ഭാഗം മാത്രം നമുക്ക് വേദന ആവാത്തെ പോലെ ചെയ്യുന്ന സംഭവമാണ്. What will be the expected result, doctor? Yes, see, hair transplant is a natural method. It's a natural hair set. Basically, it's artificial. Artificial കാണുല്ല. So it's a very good results. Only thing is നമുക്ക് ഒരു maintain ചെയ്യാനുണ്ടാവും, because after the transplant you have to maintain it. But otherwise the results are really good. Whatever transplanted hairs, അത് മുടി usually it comes out very well actually. If they maintain well, it will come out really well. Okay. See, doctor, സാധാരണ സമൂഹത്തിന് ഒരു ഡൗട്ട് എന്നത് നമ്മളിപ്പോൾ ഹെയർ ലോസ് ഉണ്ടാവും, ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മളത് വേണ്ടത്ര കൺസിഡർ ചെയ്യില്ല. നമ്മുടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ് എന്ന് പറയും. ഇപ്പോ ആർക്കൊക്കെ, അതായത് ഇത് എപ്പോഴാണ് നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നത് എങ്ങനെയാണ് ഒരാൾക്ക് മനസ്സിലാകേണ്ടത്, അല്ലെങ്കിൽ ആർക്കൊക്കെ ചെയ്യാൻ പറ്റും? Yes, yes. See, hair transplant can be done in any age group actually. It is nothing restrictions. But it is the doctor's following. See, ഇപ്പോൾ നമുക്ക് ഒരു hair loss തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാം. Like if you are, I will tell you in divisions actually. ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് ഒരു 18 വയസ്സിന് 30 വയസ്സിന് ആൾ നമുക്ക് വന്നിട്ടുണ്ട്, ഹെയർ ലോസ് ആവുന്നുണ്ടെന്ന് പറയാം. So what we do is we do medical treatment first. Like we will try all the options, because ഇപ്പോൾ നമുക്കൊരു I will tell you, if you have some 2000 hairs in the front of your head, 2000 hairs ഉണ്ടെങ്കിൽ അതിൽ 1000 hairs താഴെ പോയിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ഒരു 20 years why has come to me, sir, and hair loss ആയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ by chance I do a hair transplant at that age itself. അപ്പോൾ എന്താ പറയുക, ഈ ട്രാൻസ്പ്ലാന്റ് ഹെയർസ് വിൽ സ്റ്റേ ബാക്ക്, ബിക്കോസ് ഇറ്റ് ഈസ് ഹെറിഡിറ്ററി പ്രോബ്ലം. ആ ഉള്ള 1000 hairs വിൽ fall off, other 1000 hairs. അപ്പോൾ തിരിച്ച് സെക്കൻഡ് ടൈം ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരും അവർ. So for what we tell is, in a younger age group, I ask them to try the medical treatment to the fullest. അത് എല്ലാം ട്രൈ ചെയ്ത് അത് ആയില്ലെങ്കിൽ മാത്രം ഹെയർ ട്രാൻസ്പ്ലാന്റ് പോകാൻ പറയും. ദിസ് ഈസ് ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 18 to 30 years of age. ഇപ്പോൾ നമുക്ക് 30 to 40 years എന്ന് പറഞ്ഞു പറയാം. വെൻ 30 to 40 years ആകുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ഹെയർ ലോസ് ആയിട്ടുണ്ടാവും, ആൻഡ് ദേ വിൽ ബി കമ്മിങ് ഇൻ ടു ദ സ്റ്റേബിൾ ഹെയർ ലോസ് എന്ന് പറയും. പറഞ്ഞാൽ ഹോർമോണിൻ്റെ വ്യത്യാസം എല്ലാം ആയിട്ടുണ്ടാവും. സോ ഓൾമോസ്റ്റ് ഹി വുഡ് ഹാവ് ലോസ് ദ ഹെയർ ആൻഡ് ഒരു സ്റ്റേബിൾ ഹെയർ ലോസ് എന്ന് പറയും. So when you come in stable hair loss, we give the option to the patients only. Like, either they can do medical treatment or they can go straight away to hair transplant. But if it is after 40 years, like 40 years കഴിഞ്ഞിട്ട് ഒരു ആണെന്ന് പറഞ്ഞാൽ, probably medical treatment will not be very effective, but still we can give a try. But hair transplant has a major role in that actually. But after 50 years also, then we can do only hair transplant. We don't do medical treatment. If 50-60 years ആയ ശേഷം, then we suggest to do the hair transplant itself rather than the medical treatment. See, doctor, ഇതിനൊക്കെ ഒരു കോമ്പിനേഷൻ ട്രീറ്റ്മെന്റ് എന്ന അങ്ങനെ ആ തരത്തിലുള്ള ഒരു ഫോർമുലയുണ്ടോ? Yes. See, combination treatment ഞാൻ പറഞ്ഞ പോലെ തന്നെ. So what we do is, when you do hair transplant, ചിലപ്പോൾ നമുക്ക് എന്താ പറഞ്ഞാൽ, based on the patient to patient, എല്ലാവർക്കും ഇങ്ങനെ തന്നെ പറയാൻ പറ്റില്ല. Based on patient to patient, sometimes what we do is we do, yeah, depends on patients. So നമ്മൾ എന്താ പറയുക പറഞ്ഞാൽ, 2 sessions of PRP ചെയ്തിട്ട് പിന്നെ we do hair transplant, or some doctors will do hair transplant and then they do 3 sessions of PRP, or sometimes with after the hair transplant we do the minoxidil treatment also. പറഞ്ഞാൽ അതിൻ്റെ ഗ്രോത്ത് നല്ലതാവാൻ നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ശേഷം up to 1 year we'll use the minoxidil treatment also. So ഇതെല്ലാം നമുക്ക്, and even the biotin tablets also we'll be giving after transplant also. അപ്പോൾ so we do this combination treatment, because എല്ലാ ഇൻഡിവിജ്വൽ ട്രീറ്റ്മെന്റ് പറഞ്ഞാൽ ഇപ്പോൾ PRP ആയാലും മിനോക്സിഡിൽ ആയാലും ഹെയർ ട്രാൻസ്പ്ലാന്റ് ആയാലും എല്ലാവർക്കും 100% റിസൾട്ട്സ് ഇല്ല, ഓൺലി 70% 75% റിസൾട്ട്സ് ആണ്. അപ്പോൾ നമുക്ക് ഒരു കോമ്പിനേഷൻ ചെയ്യുമ്പോൾ we can expect something like 85 to 90% results. See, doctor, Kanhangad ശശിരേഖ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ ഈ എല്ലാ ട്രീറ്റ്മെന്റ് മെത്തേഡും അവിടെ അവൈലബിൾ ആണോ? Yes, definitely. Ella method we have. I am a plastic surgeon. Then they could have a dermatologist also is there. So we do a combination. We have a good setup here. We do everything like PRP, minoxidil, hair transplant, even beard and mustache transplant also. ചിലർക്ക് ഈ മുസ്റ്റാച്ചും ഗ്രോത്ത് ഉണ്ടാവില്ല, ബിയർഡ് ഗ്രോത്ത് ഉണ്ടാവില്ല, സം പാച്ചി ഗ്രോത്ത് ഉണ്ടാവും. ഇതെല്ലാം നമുക്ക് ഇവിടെ ചെയ്യാറുണ്ടാവും. And everything we do here. And so you can come and I will also, no problem. നമുക്ക് ഇന്ന് ധാരാളം അഡ്വർടൈസ്മെന്റ് കാണുന്നുണ്ട്. നമ്മൾക്ക് കഷണ്ടിക്ക് പരിഹാരം, അല്ലെങ്കിൽ ഹെയർ ലോസിന് ശാശ്വതമായ പരിഹാരം. യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു യഥാർത്ഥ ട്രീറ്റ്മെന്റ് നമുക്ക് എവിടുന്ന്, ഏത് ഡോക്ടറെയാണ് നമ്മൾ ഇതിന് സമീപിക്കേണ്ടത്, ഏത് ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ സമീപിക്കേണ്ടത്, ഈ ഒരു യഥാർത്ഥ ട്രീറ്റ്മെന്റ് നമുക്ക് ലഭിക്കണമെങ്കിൽ? Yeah, that's a good question, Harish. Actually, usually ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് കുറേ ഓൺലൈൻ മാർക്കറ്റിംഗ് ഉണ്ട്, കുറേ ആൾ ദേ ആർ പബ്ലിഷിംഗ് ദാറ്റ് ദേ വിൽ ഡു ഹെയർ ട്രാൻസ്പ്ലാന്റ്, ദേ ആർ ഡൂയിങ് PRP. സോ ഹൂ ഹാസ് ടു ഡു ദിസ് PRP അല്ലെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് പറഞ്ഞാൽ ദർ ആർ സോ മച്ച് ക്വസ്റ്റ്യൻസ് ഇൻ ദാറ്റ്.
അപ്പോൾ സാധാരണയായിട്ട് നമുക്കൊരു ഗവൺമെൻറ് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു സാധാരണ ഒരു MBBS കഴിഞ്ഞ ഡോക്ടർ, ഒരു സാധാരണ MBBS കഴിഞ്ഞ ഡോക്ടർ ഹൂ ഹാസ് എ ഗുഡ് നോളജ് ഇൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ടെക്നിക്സ് ആൻഡ് ഹു ഹാസ് ബീൻ ട്രെയിൻഡ് ഇൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ടെക്നിക്സ് ക്യാൻ ഡു ദിസ് ഹെയർ ട്രാൻസ്പ്ലാന്റ്. ബട്ട് ഐഡിയലി സ്പീക്കിംഗ് ആറ് ചെയ്യണമെന്ന് പറഞ്ഞാൽ I feel only the dermatologist who is well versed with hair transplant or a plastic surgeon who has done a good program in the hair transplant training. അങ്ങനത്തെ ഒരു ഡോക്ടറാണ് നമുക്ക് യൂഷ്വലി ചെയ്യുന്നത് നല്ലതാണെന്ന് പറയും. ബിക്കോസ് they are the persons who are safe to do and they will do the good job for sure. ഐ ഹോപ്പ് ഞങ്ങളെല്ലാം ട്രാൻസ്പ്ലാന്റും ഹെയർ ട്രാൻസ്പ്ലാന്റ്, ഹെയർ ലോസ് അല്ലെങ്കിൽ PRP ഇതിൻ്റെ ഒരു ചെറിയതായിട്ട് നമുക്കെല്ലാം ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ട് ഞങ്ങൾക്ക് I feel that I have given some clarification. But still, if you have any doubts, you can always call me or WhatsApp me at 9659489489 and you can ask your doubts through WhatsApp or through the phone and we can help you. And you can come directly to the clinic in Sashirekha Multi-Speciality Hospital, Kanhangad. You can always get a good opinion. We'll give a better treatment and we can do all the transplant, hair loss treatment, everything in Kanhangad itself. അപ്പോൾ നിങ്ങൾ ദൂരം പോകണം അങ്ങനത്തെ ഒരു ആവശ്യം വേണ്ടി വരില്ല എന്ന് ഞാൻ പറയും. സോ ഐ ഹോപ്പ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു കാസർഗോഡ് വിഷൻ, താങ്ക് യു Meditrack, താങ്ക് യു ഹരീഷ്, താങ്ക് യു ഫോർ ഓൾ ഓഫ് യു ഫോർ ദ ഇൻ്റർവ്യൂ. താങ്ക് യു. ബൈ. മെഡിട്രാക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ എപ്പിസോഡിൽ പ്രേക്ഷകരുമായി സംസാരിച്ച കാഞ്ഞങ്ങാട് ശശിരേഖ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ പ്രജ്വൽ Rao കാസർഗോഡ് വിഷൻ്റെ നന്ദി അറിയിക്കുന്നു. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.